കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലെ പച്ചക്കറികളിലും പൂച്ചെടികളിലും ഇലപ്പേൻ, വെള്ളീച്ച, തണ്ടുതുരപ്പൻ അല്ലെങ്കിൽ പുഴുക്കൾ എന്നിവയുടെ ശല്യം കാരണം കൃഷിയോട് തന്നെ മടുപ്പ് തോന്നുന്നവരാണോ നിങ്ങൾ? രാസകീടനാശിനികൾ ഉപയോഗിച്ച് ചെടിയെയും നമ്മുടെ ആരോഗ്യത്തെയും കേടാക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീട്ടിലുള്ള വെറും 2-3 ചേരുവകൾ കൊണ്ട് കാര്യമായി പൈസ ചിലവൊന്നുമില്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മികച്ച ജൈവ കീടനാശിനിയെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന്. അതിന് നമുക്ക് വേണ്ടത് നല്ല എരിവുള്ള പച്ചമുളക് ഒരു 5-6 എണ്ണം വേണം. ഞാനിവിടെ വെള്ള കാന്താരിയാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമതായി വേണ്ടത് ഒരു ചെറിയ കഷ്ണം കായം അല്ലെങ്കിൽ ഇതേപോലെയുള്ള കായം പൊടി ഒരു പാക്കറ്റ്. പിന്നെ അലക്ക് സോപ്പ് അല്ലെങ്കിൽ ഹാൻഡ് വാഷോ ഡിഷ് വാഷോ അങ്ങനെ ഏതെങ്കിലും ഒന്ന്. അതിൻ്റെ കൂടെ 1 ലിറ്റർ വെള്ളവും. ഇതാണ് വലിയ ചിലവില്ലാത്ത ചേരുവകൾ. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം നോക്കാം. ആദ്യം തന്നെ കായം അല്പം ചൂടുവെള്ളത്തിലിട്ട് നന്നായി അലിയിച്ച് മാറ്റി വെക്കണം. കായത്തിൻ്റെ പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അലിയിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല എരിവുള്ള 5-6 പച്ചമുളകും കായം പൊടിയും കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഇനി നിങ്ങൾ അരച്ച് വെച്ച പച്ചമുളക് ഒരു പഴയ അരിപ്പ ഉപയോഗിച്ച് നന്നായി ഒന്ന് അരിച്ചെടുക്കണം. ഒരു പഴയ ചായ അരിപ്പ കൃഷി ആവശ്യത്തിനായി എപ്പോഴും മാറ്റി വെക്കുന്നത് നല്ലതാണ്. സ്പ്രെയർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ നോസിൽ അടഞ്ഞു പോവാതിരിക്കാനാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ 100% ഫലപ്രദമായ മദർ ലായനി തയ്യാറായി. ഇനി ഈ കീടനാശിനി ഉപയോഗിക്കുന്ന വിധം കൂടി ഞാൻ പറയാം. ഇതൊരിക്കലും നേരിട്ട് നമ്മൾ ചെടികൾ സ്പ്രേ ചെയ്യാൻ പാടില്ല. 1 ലിറ്റർ സാധാരണ വെള്ളമെടുത്ത് നാം തയ്യാറാക്കി വെച്ച കൂട്ടിൽ നിന്നും ഒരു 100 ml അളന്നെടുത്ത് വെള്ളത്തിലേക്ക് ഒഴിച്ച് മിക്സാക്കി കൊടുക്കണം. അതോടൊപ്പം തന്നെ ഒരു 3-4 തുള്ളി ഡിഷ് വാഷോ ഹാൻഡ് വാഷോ ഏതെങ്കിലും ചേർത്ത് ഒന്നുകൂടെ ഇളക്കി മിക്സാക്കി കൊടുക്കണം. ഈ ഒരു കീടനാശിനി തളിക്കുന്നത് കൊണ്ടുള്ള പ്രധാന ഗുണങ്ങൾ കൂടി കേട്ടോളൂ. കായത്തിൻ്റെ ശക്തമായ ഗന്ധവും പച്ചമുളകിൻ്റെ എരിവും കാരണം ഇലപ്പേൻ, വെള്ളീച്ച, മുഞ്ഞ, ഉറുമ്പുകൾ ഇവയൊന്നും ചെടിയുടെ അടുത്തേക്ക് പോലും വരില്ല. മുളകിൻ്റെ എരിവും സോപ്പ് ലായനിയിൽ ചേരുന്നത് കൊണ്ട് ചെറു പ്രാണികളുടെ പുറന്തോട് ലയിപ്പിക്കുകയും അതുമൂലം ചെറുകീടങ്ങളെല്ലാം നശിക്കുകയും ചെയ്യുന്നു. വഴുതന, വെണ്ട, തക്കാളി, മുളക് എന്നിവയിലെ തണ്ടുതുരപ്പൻ പുഴുക്കൾ, കായ്തുരപ്പൻ പുഴുക്കൾ എന്നിവ തണ്ടുകളും ഇലകളും തിന്നുന്നതും തടയാൻ ഇതിൻ്റെ എരിവ് സഹായിക്കും. അതുപോലെ തന്നെ കായത്തിന് സ്വാഭാവികമായി ആൻറ്റി ഫംഗൽ ഗുണങ്ങളുണ്ട്. ഇത് ചെടികളിലുണ്ടാകുന്ന ചെറിയ തരം ഫംഗൽ രോഗാവസ്ഥയെയും ഇലപ്പുള്ളി രോഗത്തെയും പ്രതിരോധിക്കും. വീടുകളിൽ എപ്പോഴും ലഭ്യമായ ചേരുവകളായതിനാൽ ഈ ഒരു എളുപ്പവഴി വീട്ടിൽ ചെയ്തു നോക്കാവുന്നതാണ്. ആഴ്ചയിൽ 1 തവണ ഇത് ഉപയോഗിച്ചാൽ ചെടികൾ ആരോഗ്യത്തിൻ്റെ കരുത്തായി വളരാൻ സഹായിക്കും. പച്ചമുളക് അരക്കുമ്പോഴും സ്പ്രേ ചെയ്യുമ്പോഴും കൈ കണ്ണിൽ തട്ടാതെ നോക്കണം. അപ്പോൾ ഈ എളുപ്പവഴി എല്ലാവരും വീട്ടിൽ ചെയ്തു നോക്കുമല്ലോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.